ഹേയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ്? ഇന്ന് ഹസ്ബൻഡ് വരുമ്പോൾ എന്നോട് പറഞ്ഞ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്, ഞാൻ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ കറി കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ചപ്പാത്തി ആയിരിക്കും. വയ്യ, പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ അല്ലേ മനസ്സിലായി ചപ്പാത്തി അല്ല, ഇത് വെറൈറ്റി ഷവർമ്മയാണ് കേട്ടോ. നമുക്കിവിടെ ഷവർമ്മ കിട്ടാനേ ഇല്ല. നമ്മളല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷവർമ്മ തിന്നുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കര ഷവർമ്മ കൊതിയന്മാരാണ്. പ്രത്യേകിച്ച് എനിക്ക് അൽഫാമും കുഴിമന്തിയൊന്നും വലിയ ഇഷ്ടമല്ല, ഷവർമ്മയാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഷവർമ്മ ഇവിടെ കിട്ടാനേ ഇല്ല. ഇവിടെ ഇപ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പലയിടത്തും ഷവർമ്മ ആക്കുന്നില്ല. ലാസ്റ്റ് എവിടെ നിന്നല്ലോ തപ്പിപ്പിടിച്ചിട്ട് വാങ്ങിയതാ തോന്നുന്നു ഈ ഷവർമ്മ കേട്ടോ. ഇതെന്തോ ഒരു വെറൈറ്റി ഷവർമ്മയാണ്, പേര് മറന്നുപോയി. എന്തോ തവ എന്തോ ഷവർമ്മയാണ്. എനിക്ക് ആ ഒരു സംഭവം വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കാരണം പീസൊക്കെ ഇങ്ങനെ നല്ല കട്ട് ചെയ്തിട്ട പോലത്തെ പീസാണ്. ചില ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടെല്ലാം ഉണ്ട്. പക്ഷെ കഴിക്കാം, അത്രയേ ഉള്ളൂ. നമ്മളെ സാധാരണ ഷവർമ്മേൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇനി നാട്ടിൽ പോയിട്ട് വേണം അവിടെ എവിടെയെങ്കിലും ഷവർമ്മ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഷവർമ്മയും കൊണ്ട് തിന്നാൻ പോകാമെന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്കങ്ങനെ അൽഫാമിനോടോ കുഴിമന്തിനോടോ ഒന്നും അത്ര വലിയ താല്പര്യമില്ല. ഷവർമ്മ എൻ്റെ ചങ്കാണ് ഗൈസ്. എന്നിട്ട് അന്നേരം ഞാൻ വിചാരിച്ച് ഇത് കഴിക്കാം. ഇതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ എന്ത് കഴിച്ചാലും ഇല്ലേ, എനിക്കിപ്പോൾ എന്താ അറിയില്ല, വിശപ്പ് മാറുന്നില്ല. ഭയങ്കര വിശപ്പാണ്. ഇനി ചൂടിൻ്റെ ആണോ ഗൈസ്? ചിലർ പറയും ചൂടാകുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നൂല, ആകെ ക്ഷീണം പിടിച്ചു പോകുന്നു. ഞാനിവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്കെല്ലാം കഴിക്കാനാണ് തോന്നുന്നത്. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുമെന്ന അവസ്ഥയാണ്. പക്ഷെ വെള്ളം കുടിക്കാൻ മറന്നു പോകും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല ചൂടാണ്, എന്തായാലും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും കേട്ടോ. ഞാൻ ഇതാണ് മറന്നു പോകുക. ഞാനിപ്പം രാവിലെ ഒരു പ്ലാനെല്ലാം ചെയ്ത് വെള്ളം കുടിച്ചാലും പിന്നെ വൈകുന്നേരം വരെ എല്ലാം മറന്നു. പിന്നെ രാത്രിയായിരിക്കും കുടിക്കുക. അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഈ വെയിലത്ത് പുറത്തിറങ്ങാതിരിക്കുക. ഇറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ സൺസ്ക്രീം എല്ലാം തേച്ച് നന്നായിട്ട് തേച്ചിട്ട് പോവുക കേട്ടോ. അങ്ങനത്തെ വെയിലാണ്. നാട്ടിൽ തന്നെ പലർക്കും സൂര്യതാപം ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഇത് തിന്നായിട്ട് എൻ്റെ വിശപ്പ് മാറായിട്ട് ഞാൻ അവിടെ ഉണ്ടായ ഒരു മാംഗോ നാളെ ഷേക്ക് അടിക്കാൻ വേണ്ടി വെച്ചതായിരുന്നേ, അതെടുത്തിട്ട് ഞാൻ മുറിച്ച് തിന്ന്. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾക്ക് വേണ്ട, ആൾ വയറെല്ലാം ഫുള്ളായിനെന്ന്. ഇതന്നെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് എന്ത് തിന്നാലും മതിയാവുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ തിന്നാണ്ട് തടിക്കുന്നതാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ തെറ്റായിരുന്നു ആ ഒരു വിചാരിക്കൽ. ഞാൻ തിന്ന് തടിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.